നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അയിരൂർ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അരിവില കുതിച്ചുയരുവാൻ സാധ്യത. റെയിൽവേ ചരക്കൂലി ഉയർത്തിയത് വില വർദ്ധിക്കുവാൻ കാരണമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ലോഡ് ഷെഡിംഗ് പിൻവലിക്കുന്നു. ഈ മാസം 27-ന് ലോഡ് ഷെഡിംഗ് പിൻവലിക്കുമെന്ന് വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ്. കായംകുളം താപവൈദ്യുത നിലയത്തിൽ നിന്നും കൂടുതൽ വൈദ്യുതി എത്തിക്കും. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം UDF-ൽ നിന്നും LDF പിടിച്ചെടുത്തു. കേരള കോൺഗ്രസ് എമ്മിലെ സൂസൻ അലക്സ് LDF-ന്റെ പിന്തുണയോടെ പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF-നേറ്റ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുമെന്ന് മുൻ പ്രസിഡന്റ് ബെന്നി പുത്തൻപറമ്പിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് അരിവില കുതിച്ചുയരുവാൻ സാധ്യത. വിലക്കയറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. റെയിൽവേ ചരക്കുകൂലി കൂട്ടിയതാണ് കാര്യമെന്നും മന്ത്രി പറഞ്ഞു. വിലക്കയറ്റം നിയന്ത്രിക്കാൻ പൊതുവിതരണ ശൃംഖല ശക്തമാണെന്നും മന്ത്രി അറിയിച്ചു. എന്നാൽ ആശ്വാസ നടപടികൾ തേടി കേന്ദ്രത്തെ സമീപിക്കണമെന്ന് ഇളമരം കരീം ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് കത്തെഴുതുമെന്ന് മുഖ്യമന്ത്രിയും അറിയിച്ചു. കേരളത്തിലേക്ക് പ്രധാനമായും ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുവരുന്നത് ആന്ധ്ര, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. അതിനാൽ റെയിൽവേ ചരക്കൂലി വർധന സംസ്ഥാനത്ത് അരിവിലയിൽ ഗണ്യമായ വർധനവുണ്ടാക്കും. മാത്രമല്ല, നിർമ്മാണ മേഖലയിൽ അടക്കമുള്ള സമസ്ത മേഖലകളുടെ സ്തംഭനത്തിന് ഇത് കാരണമാവും. വിലക്കയറ്റം തടയുന്നതിന് കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ് എന്നിവ കർശനമായി പരിശോധിക്കുമെന്നും നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഈ മാസം 27-ന് ലോഡ് ഷെഡിംഗ് പിൻവലിക്കുമെന്ന് വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് അറിയിച്ചു. കായംകുളത്ത് നിന്നും കൂടുതൽ വൈദ്യുതി വാങ്ങുമെന്നും മന്ത്രി അറിയിച്ചു. ശബരിഗിരി പദ്ധതി അറ്റകുറ്റപ്പണികൾക്കായി നിർത്തിയതും ആവശ്യത്തിന് മഴ ലഭിക്കാത്തതും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുവാൻ കാരണമായെന്ന് ആര്യാടൻ പറഞ്ഞു. വൈകുന്നേരം 6:45-നും 10:45-നും ഇടയിലാണ് ഇപ്പോൾ ലോഡ് ഷെഡിംഗ്. 45 മിനിറ്റാണ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മെയ് 12 മുതലാണ് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ആരംഭിച്ചത്. കഴിഞ്ഞ 31-ന് ലോഡ് ഷെഡിംഗ് പിൻവലിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും കാലവർഷം ശക്തമാകാത്തതിനെ തുടർന്ന് നീട്ടുകയായിരുന്നു. സുതാര്യ കേരളം ജില്ലാതല അവലോകന യോഗം നാളെ 4 മണിക്ക് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. പദ്ധതികൾ തീർപ്പാക്കാത്ത ഓഫീസുകൾ സ്റ്റേറ്റ്മെന്റ് കളക്ടറേറ്റിലെ സുതാര്യ കേരളം സെല്ലിൽ നൽകണം. ഓഫീസ് പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ചേക്കോട്ട് ഏജൻസീസ്, ചാലിങ്കൽ ബിൽഡിംഗ്, ഫെഡറൽ ബാങ്കിന് എതിർവശം, പഴവങ്ങാടി, റാന്നി. ബ്രാൻഡഡ് PC, അസംബിൾഡ് PC, ലാപ്ടോപ്സ്, ടാബ്ലറ്റ്സ്, പ്രിന്റേഴ്സ്, സ്കാനേഴ്സ്, മോഡംസ്, ചിപ്പ് ലെവലിംഗ്, CCTV ക്യാമറ, നെറ്റ്വർക്കിംഗ്, ലാപ്ടോപ്പ് തുടങ്ങിയവ പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ലഭിക്കുവാൻ ചേക്കോട്ട് ഏജൻസീസ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസിംഗ്, പഴവങ്ങാടി, റാന്നി. ഫോൺ 04735225056, 9946600080, 8943344044. കൂടുതൽ വിവരങ്ങൾക്ക് www.chekotagencies.com സന്ദർശിക്കുക. വാർത്തകൾ തുടരുന്നു. നാടകീയ മുഹൂർത്തങ്ങൾക്കൊടുവിൽ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം UDF-ൽ നിന്നും LDF പിടിച്ചെടുത്തു. LDF-ന്റെ പിന്തുണയോടെ കേരള കോൺഗ്രസിലെ സൂസൻ അലക്സ് റാന്നി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി. നാടകീയ മുഹൂർത്തങ്ങൾക്കൊടുവിൽ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം UDF-ൽ നിന്നും LDF പിടിച്ചെടുത്തു. കേരള കോൺഗ്രസ് എമ്മിലെ സൂസൻ അലക്സ് LDF-ന്റെ പിന്തുണയോടെ പ്രസിഡന്റായി. കഴിഞ്ഞ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായിരുന്നു സൂസൻ അലക്സ്. കോൺഗ്രസിലെ ബെന്നി പുത്തമ്പറമ്പിൽ രാജിവെച്ചതിനെ തുടർന്നാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഇപ്പോൾ LDF-ന് 7-ഉം UDF-ന് 6 അംഗങ്ങളാണുള്ളത്. ബെന്നി പുത്തമ്പറമ്പിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നത്. അഡ്വക്കേറ്റ് TS സജിക്ക് ശേഷിക്കുന്ന കാലയളവിൽ പ്രസിഡന്റ് സ്ഥാനം നൽകുവാൻ വേണ്ടി DCC പ്രസിഡന്റ് P മോഹൻരാജിന്റെ നിർദ്ദേശപ്രകാരമാണ് ബെന്നി പുത്തമ്പറമ്പിൽ രാജിവെച്ചത്. തികച്ചും നാടകീയ രംഗങ്ങളായിരുന്നു ഇന്ന് രാവിലെ ബ്ലോക്ക് പഞ്ചായത്തിൽ അരങ്ങേറിയത്. ബെന്നി പുത്തമ്പറമ്പിലിനെ വീണ്ടും പ്രസിഡന്റാക്കണമെന്നുള്ള KPCC പ്രസിഡന്റ് നിർദ്ദേശത്തെ കോൺഗ്രസിലെ ഭൂരിഭാഗം അംഗങ്ങളും അനുകൂലിച്ചുവെങ്കിലും അഡ്വക്കേറ്റ് TS സജി തീരുമാനത്തെ എതിർത്തു. ബെന്നി പുത്തമ്പറമ്പിലിനെ വീണ്ടും പ്രസിഡന്റാക്കുന്നതിനോട് കേരള കോൺഗ്രസ് എമ്മും വിജോയ് അറിയിച്ചു. ഇതോടെ UDF-ൽ പ്രശ്നം സങ്കീർണമായി. ഈ സമയം LDF നേതൃത്വം കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടു. സൂസൻ അലക്സ് പ്രസിഡന്റാകുവാൻ തയ്യാറാണെങ്കിൽ നിരുപാധിക പിന്തുണ തങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് LDF അറിയിച്ചു. ഇതോടെ ഇതുവരെ തുടർന്നു വന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുകയായിരുന്നു. ഇത്തരമൊരു നീക്കം കോൺഗ്രസ് സ്വപ്നേനി പ്രതീക്ഷിച്ചിരുന്നുമില്ല. കൂടിയാലോചനകളും ചർച്ചകളും നീണ്ടുപോയി. അവസാനം വരണാധികാരി കൂടിയായ റാന്നി DFO S ജനാർദ്ദനൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതായി അറിയിച്ചു. അതുവരെ പ്രതിഷേധവുമായി നിന്ന അഡ്വക്കേറ്റ് TS സജി തന്നെ ബെന്നി പുത്തമ്പറമ്പിലിന്റെ പേര് നിർദ്ദേശിച്ചു. പിന്നീട് ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നടന്നത്. സൂസൻ അലക്സിന്റെ പേര് CPM-ലെ MS രാജേന്ദ്രൻ നിർദ്ദേശിക്കുകയും CPM-ൽ തന്നെ മത്തായി ചാക്കോ പിന്താങ്ങുകയും ചെയ്തതോടെ
UDFന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. തുടർന്ന് വോട്ടിംഗ് നടന്നു. ഒടുവിൽ സൂസൻ അലക്സ് വിജയിച്ചതായി വരണാധികാരി പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു മാസക്കാലമായി അനിശ്ചിതത്വത്തിലായ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള അവകാശ തർക്കങ്ങൾക്ക് പരിഹാരവുമായി. മുഖ്യ ഭരണാധികാരി റാന്നി DFO S ജനാർദ്ദന് മുമ്പാകെ സൂസൻ അലക്സ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരവുമേറ്റു. റാന്നി ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സൂസൻ അലക്സ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് റാന്നി DFO ജനാർദ്ദനൻ, LDF കൺവീനറും CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ MV വിദ്യാരൻ, CPMലെ MS രാജേന്ദ്രൻ, മത്തായി ചാക്കോ, മുൻ പ്രസിഡന്റ് ബുന്നി പുത്തമ്പറമ്പിൽ, അഡ്വക്കേറ്റ് TS സജി തുടങ്ങിയവർ പ്രസംഗിച്ചു. വരുന്ന നാളുകളിൽ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും എല്ലാവിധ സഹകരണവും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാന്യായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് LDFന്റെ കൺവീനർ എന്നുള്ള നിലയിൽ എല്ലാവിധ പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്തുകൊണ്ട് തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനായ സൂസൻ അലക്സിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. കാലിടരാതെ പോകുവാൻ വലിയ ഉൾക്കരുത്ത് സമ്പാദിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ എല്ലാം നൽകുന്ന സർവേശ്വരൻ അതിന് കരുത്ത് പകരട്ടെ. എല്ലാ തീരുമാനങ്ങളും മനുഷ്യത്വപരമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ മെമ്പർമാരുടെയും ശക്തമായ പിന്തുണയും സഹായവും പ്രസിഡന്റിന് ഉറപ്പായി ഈ അവസരം വാഗ്ദാനം ചെയ്യുക. ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ ജനങ്ങൾക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുമെന്നും അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും മറുപടി പ്രസംഗത്തിൽ സൂസൻ അലക്സ് അഭ്യർത്ഥിച്ചു. ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധികാര പരിധിയിൽപ്പെടുന്ന ഏത് കാര്യവും എൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് എല്ലാവർക്കും ചെയ്യുന്നതാണ്. റാന്നി. കിഴക്കുനിന്ന് വന്നതുമില്ല, ഒറ്റാലിൽ കിടന്നത് പോവുകയും ചെയ്തു എന്ന അവസ്ഥയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സംഭവിച്ചത്. അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലിയാണ് കയ്യിലുണ്ടായിരുന്ന ഭരണം UDFന് നഷ്ടമായത്. കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരിക്കുന്നത് ഒട്ടെടുക്കാനും പറ്റിയില്ല എന്ന് പറഞ്ഞതുപോലെയായി UDFന് റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ബെന്നി പുത്തമ്പറമ്പലിന് പകരം അഡ്വക്കേറ്റ് TS സജിയെ പ്രസിഡന്റാക്കാനുള്ള DCC പ്രസിഡന്റിന്റെ ഒത്താശയുടെ ഒരു ഭാഗം കോൺഗ്രസ് നേതാക്കന്മാരുടെ നീക്കത്തിനും KPCC പ്രസിഡന്റിന്റെ പ്രത്യേക നിർദ്ദേശത്തോടെ ബെന്നി പുത്തമ്പറമ്പലിനെ വീണ്ടും പ്രസിഡന്റാക്കാനുള്ള മറുവിഭാഗത്തിന്റെ നീക്കത്തിനും അപ്രതീക്ഷിതമായി ഏറ്റ കനത്ത പ്രഹരമാണ് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF പിന്തുണയോടെ കേരള കോൺഗ്രസ് എമ്മിൽ ലഭിച്ച പ്രസിഡന്റ് പദം. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ ചേരിപ്പോര് തുടങ്ങിയത്. ഏകാരനായ ബെന്നി പുത്തമ്പറമ്പിൽ രാജിവെക്കണമെന്ന ആവശ്യം ആദ്യം ഉന്നയിച്ചത് ഐ ഗ്രൂപ്പിലെ അനിവലിയ കാലയാണ്. അനിവലിയ കാലയെ പ്രസിഡന്റാക്കണമെന്ന് ഐ ഗ്രൂപ്പ് പരസ്യമായി ആവശ്യം ഉന്നയിച്ചു. എന്നാൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഇക്കാര്യത്തിൽ മൗനം അവലംബിക്കുകയായിരുന്നു. പിന്നീട് അഡ്വക്കേറ്റ് TS സജിയെ പ്രസിഡന്റാക്കണമെന്ന് ഒരു ഭാഗം ആവശ്യമുന്നയിച്ചു. പെരുന്നാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ശക്തമായി TS സജിക്ക് വേണ്ടിയും നിലകൊണ്ടു. ഇതിനോടകം തന്നെ ബെന്നി പുത്തമ്പറമ്പിൽ രാജിവെക്കുമെന്നുള്ള അഭ്യൂഹവും പരന്നു. പക്ഷേ സ്വയം രാജിവെക്കുവാൻ ബെന്നി പുത്തമ്പറമ്പിൽ തയ്യാറായിരുന്നില്ല. റാന്നിയിലെ എ ഭാഗത്തിൽപ്പെട്ട കോൺഗ്രസുകാരുടെ പിന്തുണ ബെന്നി പുത്തമ്പറമ്പിലിനൊപ്പം ഉണ്ടായിരുന്നു. ബെന്നി പുത്തമ്പറമ്പിൽ തന്നെ തുടരണമെന്ന ആവശ്യം ഇക്കൂട്ടർ ശക്തിയായി ഉന്നയിച്ചു. പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി UDFൽ ഒരു ധാരണയുണ്ടാക്കിയിട്ടില്ലെന്നും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നിരുപാധിക പിന്തുണയാണ് ബെന്നി പുത്തമ്പറമ്പിലിന് നൽകിയതെന്നും DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയവർമ്മ പ്രസ്താവന ഇറക്കിയിരുന്നു. തന്റെ സാന്നിധ്യത്തിലാണ് അന്ന് ബെന്നി പുത്തമ്പറമ്പിലിനെ
ഏകകണ്ഠമായി തിരഞ്ഞെടുത്തതെന്നും ഇത് സംബന്ധിച്ച് യാതൊരു രേഖകളും ഉണ്ടാക്കിയിട്ടില്ലെന്നും അഡ്വക്കേറ്റ് കെ ജയവർമ്മ പറഞ്ഞിരുന്നു. ജയവർമ്മയുടെ പ്രസ്താവനകൾ പുറത്തു വന്നിട്ടും ഇരു കൂട്ടരും അവകാശ തർക്കങ്ങളുമായി മുന്നോട്ട് നീങ്ങി. അതിനിടയിലാണ് പട്ടികജാതിക്കാരനായ തനിക്ക് സീറ്റ് വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസിലെ തന്നെ കെ പ്രഹ്ലാദൻ രംഗത്ത് വരുന്നത്. കെ പ്രഹ്ലാദനെ രംഗത്തിറക്കിയത് ബെന്നി പുത്തമ്പറമ്പിലിന്റെ അടുത്ത വൃത്തങ്ങളാണെന്ന് അന്നേ ആരോപണം ഉയർന്നിരുന്നു. പിന്നീട് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന അവസ്ഥ വന്നപ്പോൾ TS സജിയെ തന്നെ പ്രസിഡന്റാക്കുവാൻ DCC പ്രസിഡന്റ് താല്പര്യമെടുക്കുകയായിരുന്നു. അതിനായി ബെന്നി പുത്തമ്പറമ്പിലിനോട് രാജിവെക്കുവാൻ DCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും DCCയുടെ താല്പര്യപ്രകാരം അഡ്വക്കേറ്റ് TS സജി പ്രസിഡന്റാകേണ്ടതായിരുന്നു. എന്നാൽ പ്രസിഡന്റ് പദത്തെ ചൊല്ലിയുള്ള തർക്ക വിഷയങ്ങൾ നിലനിൽക്കെ തന്നെ ബെന്നി പുത്തമ്പറമ്പിൽ പ്രസിഡന്റായി തുടരുകയും ചെയ്തു. അവസാനം എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് ബെന്നി പുത്തമ്പറമ്പിൽ കഴിഞ്ഞ മാസം ആദ്യം രാജിവെക്കുകയും ചെയ്തു. പ്രസിഡന്റിന്റെ ചാർജ് വൈസ് പ്രസിഡന്റായിരുന്ന സൂസൻ അലക്സിനെ ഏൽപ്പിച്ചു. പിന്നീട് നടന്നതെല്ലാം രഹസ്യ നീക്കങ്ങളായിരുന്നു. ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചകൾ, ഗ്രൂപ്പിനുള്ളിലെ ഗ്രൂപ്പിസം, പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ തേടൽ എന്നിവയുമായി ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഇക്കാലമെല്ലാം ഇത് മാധ്യമങ്ങൾക്ക് വാർത്തകളാവുകയും ചെയ്തു. അവസാനം ഇലക്ഷൻ കമ്മീഷന്റെ പിടി വീണതോടെ കളി കാര്യമായി. ജൂൺ 23-നകം പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. 22-ാം തീയതി വൈകിട്ട് വരെ തീരുമാനമായില്ല. പിന്നീടാണ് സുധീറിന്റെ നിർദ്ദേശം വന്നത്. ഈ നിർദ്ദേശം UDFിലെ എല്ലാ അംഗങ്ങളെയും അറിയിച്ചു. എന്നാൽ ഈ തീരുമാനത്തോട് അഡ്വക്കേറ്റ് TS സജിക്ക് മാത്രമാണ് വിയോജിപ്പുണ്ടായിരുന്നത്. അവസാനം ഉന്നത തലങ്ങളിൽ നിന്ന് വിളി വന്നതോടെ സജി അയഞ്ഞു. പക്ഷേ കാര്യങ്ങൾ ഇവർ മനസ്സിൽ കാണുന്നതിന് മുമ്പേ LDF മരത്തിൽ കണ്ടു. സമയം രാവിലെ 10:30. അപ്രതീക്ഷിതമായ ചില നീക്കങ്ങൾ. UDF കോർട്ടിൽ കിടന്ന പന്ത് പൊടുന്നനെ LDF കോർട്ടിൽ. നന്നായി കളിച്ചുപഴിച്ച അവരുടെ ഫോർവേഡുകൾ ഭംഗിയായി പന്തുമായി മുന്നേറി ഗോളും അടിച്ചു. പ്രതികരണശേഷിയും പ്രഹരശേഷിയും നഷ്ടപ്പെട്ട കോൺഗ്രസ് അംഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പഞ്ചായത്ത് കോൺഫറൻസ് ഹാൾ വിട്ടു പുറത്തേക്ക്. ഒപ്പം ബ്ലോക്ക് പഞ്ചായത്തിന് പരിസരത്ത് കൂടി നിന്ന കോൺഗ്രസുകാരും മാനവതരായി മടങ്ങി. നേതൃത്വത്തോടുള്ള ദേഷ്യം അവർ മറച്ചുവെക്കുവാനും മറന്നില്ല. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരാണ് റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം UDFിന് നഷ്ടമായത് എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ഇതിന്റെ പ്രഭവസ്ഥാനം നോക്കുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ്. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബ്രസീൽ, അർജന്റീന, ജർമ്മനി, ഹോളണ്ട് എന്നീ ടീമുകളുടെ പേരിൽ കുട്ടികളുടെ ടീമുകൾ തമ്മിലുള്ള ഫുട്ബോൾ മത്സരം 24-ാം തീയതി മുതൽ 30-ാം തീയതി വരെ MS ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടക്കും. മത്സരം റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ അലക്സ് ഉദ്ഘാടനം ചെയ്യും. ഇടവേള. Perfect Diagnostic Center on Main Road, Perumpara, Rani. Branch at Central Junction, Vadsheri-Kara. Quality control by CMC Vellore. Clinical Biochemistry Lab and Clinical Pathology Lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for rupees 950. Lipid profile and blood sugar just for rupees 300. Perfect lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ പ്രഹരത്തെ ചെറുതായി കാണുന്നില്ലെന്ന് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തൻപറമ്പിൽ അറിയിച്ചു. ഏറ്റ പരാജയത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് UDFിനെ ശക്തമാക്കുമെന്ന് ബെന്നി പുത്തൻപറമ്പിൽ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ തിരിച്ചടി പാഠമാക്കിക്കൊണ്ട് സംഭവിച്ച പാളിച്ചകൾ മേലിൽ തിരുത്തി ഒറ്റക്കെട്ടായി നീങ്ങുമെന്ന് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തൻപറമ്പിൽ പറഞ്ഞു. ഇതിൽ നിന്നും ചില പാഠങ്ങൾ ഉൾക്കൊണ്ടതായും ഇനി UDFിനെ ശക്തിപ്പെടുത്തുവാനുള്ള നീക്കങ്ങൾക്കായിരിക്കും മുൻതൂക്കം കൊടുക്കുകയെന്നും ബെന്നി പുത്തൻപറമ്പിൽ സിറ്റി ന്യൂസിനെ അറിയിച്ചു. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ ത്രിതല പഞ്ചായത്തിലായാലും മറ്റ് സംവിധാനങ്ങളിലായാലും അത് മുന്നണിയുടെ ബലവും കെട്ടുറപ്പും നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനും ജനങ്ങളിൽ വിശ്വാസ്യത വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ളതാകും. ഈ കേരള കോൺഗ്രസിൻ്റെ എമ്മിൻ്റെ പ്രതിനിധിയുടെ മാറ്റത്തെ സംബന്ധിച്ച് കൂടുതൽ പ്രതികരിക്കുന്നതിന് ഇപ്പോൾ ശ്രമിക്കുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ പഠിക്കുകയും അഭിമാനത്തോടുകൂടി കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിലനിന്ന് എടുത്ത ധീരമായ ആ നിലപാടും കൂടുതൽ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് UDFിനെ ശക്തിപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. അക്കാര്യത്തിൽ അരയും തലയും മുറുക്കി വ്യക്തമായ ദിശാബോധത്തോടുകൂടി ലക്ഷ്യബോധത്തോടുകൂടി കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കും.
പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ തിരിച്ചടിയെപ്പറ്റി പ്രതികരണം ആരാഞ്ഞപ്പോഴാണ് ബെന്നി പുത്തമ്പറമ്പിൽ സിറ്റി ന്യൂസിനോട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ബെന്നി പുത്തമ്പറമ്പിലിന്റെ ആ പ്രതികരണങ്ങളിലേക്ക്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒന്നിലധികം പേർ അർഹരും യോഗ്യരും ഉണ്ടാകുമ്പോൾ ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാവും. അത് പരിഹരിക്കുന്നതിനു വേണ്ടിയും അഭിപ്രായ സമന്വയത്തിൽ എത്തിക്കുന്നതിനും എത്തിച്ചേരുന്നതിനുമുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനത്തിലൂടെയാണ് കോൺഗ്രസ് നീങ്ങിയത്. അപ്പോൾ കോൺഗ്രസിനകത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നതിനേക്കാൾ കാര്യങ്ങൾ കാണേണ്ടിയിരിക്കുന്നു. അല്പോ തർക്കം ഉണ്ടായില്ല എന്ന് പറയുന്നില്ല. തർക്കമുണ്ടായപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം അത് ഏറ്റെടുക്കുകയും കോൺഗ്രസിൽ നിന്ന് തർക്കങ്ങൾ പരിഹരിച്ച് ഒരാളെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വരത്തക്ക രീതിയിലാണ് മുമ്പോട്ട് നീങ്ങിയത്. ഈ രാജി കൊണ്ട് ഒരു ഭാഗത്ത് നഷ്ടമുണ്ടാകുമ്പോൾ മറുഭാഗത്ത് ചിലത് മനസ്സിലാക്കാൻ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഉള്ളിൻ്റെ ഉള്ളിലും പുറമേ ഉള്ളതുമെന്ന് തിരിച്ചറിയുന്നതിനുള്ള നിറഭേദങ്ങളെ കണ്ടുമുട്ടുന്നതിന് എവിടെയാണ് എന്താണ് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ചടഞ്ഞുകൂടിയിരിക്കുന്നത് എന്നൊക്കെ കണ്ടെത്തുന്നതിന് കൂടി കഴിയുന്നു എന്നതുകൊണ്ട് ഒരുപക്ഷെ ഇത് റാന്നിയുടെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും ചരിത്രത്തിലും പുതിയ പാഠങ്ങളെ നൽകുന്നതായിരിക്കാം. അധികാര കസേരയ്ക്ക് വേണ്ടി വളംവലി നടത്തരുതെന്നൊരു സൂചന കൂടി ഇത് നൽകുന്നില്ലേ? ജനാധിപത്യ വ്യവസ്ഥിതിയിൽ അധികാരമുള്ളിടത്തോളം കാലം കസേരകളുണ്ട്. അധികാര കസേര എന്നത് ജനാധിപത്യത്തിൽ പാർലമെന്ററി സംവിധാനത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും മത്സരിക്കുന്നവരുടെയും വിജയിക്കുന്നത് പോലെ തന്നെ ഉള്ള ഒരു ആഗ്രഹമാണ് അധികാരത്തിലെത്തുക എന്നുള്ളത്. ഒരു പ്രശ്നം സൃഷ്ടിച്ച് ഇപ്പോൾ കയ്യിലിരുന്ന ഭരണം കൂടെ UDF-ന് നഷ്ടമായിരിക്കുകയാണ്. ഇല്ലാത്തൊരു കരാറിന്റെ പേരിലായിരുന്നു DCC തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭരണത്തെക്കാൾ പ്രാധാന്യം ഐക്യതയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഐക്യതയില്ലാത്തടത്ത് ഇതായിരുന്നു നിലപാടെങ്കിൽ ഭരണം കൊണ്ട് നടന്നിട്ട് എന്താണ് പ്രയോജനം എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു കോടതിയിൽ ഡൈവേഴ്സ് അച്ഛനും അമ്മയും തമ്മിൽ പിണങ്ങുന്ന ഒരു പിണങ്ങി കേസ് കോടതിയിൽ വന്നപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിലിരിപ്പ് ഇതാണെങ്കിൽ ആ കുടുംബത്തിൽ ഞാൻ എന്ന മകൻ എന്തിന് എന്ന് ചോദിച്ചതുപോലെ ഐക്യതയില്ലാത്തിടത്ത് UDF-ന് എന്തിനാ ഭരണം? കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ഒറ്റക്കെട്ടായിട്ട് ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും ഹൃദയം കൊണ്ടും ഉള്ളുകൊണ്ടും പുറമേയും അതിനെ അംഗീകരിക്കുകയും അതിനായി ശക്തമായി ഒറ്റക്കെട്ടായി എല്ലാവരും അതിൽ നിലകൊള്ളുകയും പിന്നെ ബഹുമാന്യരായ അംഗങ്ങൾ കോൺഗ്രസ് അംഗങ്ങൾ ആ കാര്യത്തിൽ ശക്തമായ ഒറ്റക്കെട്ടായ നിലപാടാണ് എടുത്തത്. KPCC പ്രസിഡന്റും DCC പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും KPCC-യുടെ സെക്രട്ടറി അടക്കമുള്ളവരുണ്ടായിരുന്നു. അവരെല്ലാം ഞങ്ങളുടെ പ്രിയങ്കരായ നേതാക്കളാണ്. അവർ പറഞ്ഞത് ഞങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുകയും ശിരസാ വഹിക്കുകയും ചെയ്യും. കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് പാർട്ടിയുടെ നേതൃത്വം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളത് ഒരു വലിയ ചുമതലയായിട്ട് കാണുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPMS റാന്നി താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ റാന്നി പട്ടികജാതി പട്ടികവികസന ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടന്നു. KPMS സംസ്ഥാന കമ്മിറ്റി അംഗം PK സോമൻ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോട് കാട്ടുന്ന അവഗണന അവസാനിപ്പിക്കുക, ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലെ കാലതാമസം ഒഴിവാക്കുക, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KPMS-ന്റെ നേതൃത്വത്തിൽ റാന്നി പട്ടികജാതി പട്ടികവർഗ ഓഫീസിലേക്ക് മാർച്ച് നടന്നത്. റാന്നി പെരുമ്പുഴയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. തുടർന്ന് പട്ടികജാതി പട്ടികവർഗ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ KPMS-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം PK സോമൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പട്ടികജാതിക്കാരല്ല, ഇന്ത്യയിലെ പട്ടികജാതിക്കാരെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, തൊഴിൽപരമായും അതുതന്നെ ഉദ്യോഗപരമായും ഒക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ് കേരളത്തിലെ പട്ടികജാതിക്കാർ, അത് ഇന്ത്യയിലെ പട്ടികജാതിക്കാർ. ഇവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, ബഹുമാന്യ അംബേദ്കറുടെ ഭരണഘടനാപരമായുള്ള ആ തീരുമാനം നല്ലതായി നടപ്പാക്കുന്നതിന് കഴിയുന്നില്ല. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കുറേ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. നമ്മുടെ കേരളത്തിലെ അവസ്ഥയോ ഇവിടെ മറ്റ് ഇതര ആളുകൾക്ക്, പട്ടികജാതിക്കാരില്ലാത്ത പിന്നോക്കക്കാർക്ക് കൊടുക്കുന്ന ആനുകൂല്യം, ഒരു മുസ്ലിം കുട്ടിക്ക് കൊടുക്കുന്ന ആനുകൂല്യം എന്ന് പറഞ്ഞാൽ അവർ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നതിൽ ഏറ്റവും താഴെത്തട്ടിൽ അവർ കൊടുക്കുന്നത് 1000 രൂപയാണ്. ഇവിടെ
സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, തൊഴിൽപരമായി പിന്നോക്കം നിൽക്കുന്ന, മറ്റ് രീതിയിൽ പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതിക്കാരുടെ അവസ്ഥ എന്താ? പട്ടികജാതിക്കാർക്ക് കൊടുക്കുന്നത് 200 രൂപയിൽ താഴെയാണ് ഒരാൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റി അംഗം കെ രാജപ്പൻ, ജില്ലാ കമ്മിറ്റി സെക്രട്ടറി CM സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. KPMS റാന്നി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും നടന്നത്. റാന്നി അങ്ങാടി PJT ലൈബ്രറി, സിസ്റ്റർ ഹാദൂന ഫൗണ്ടേഷൻ, കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ 26-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 PJT ഹാളിൽ വെച്ച് പരിസ്ഥിതി സംരക്ഷണാർത്ഥം വൃക്ഷത്തൈകൾ വിതരണവും 10ാമത് കമ്പ്യൂട്ടർ ട്രെയിനിംഗ് ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും 11ാമത് ബാച്ചിന്റെ ഉദ്ഘാടനവും നടക്കും. കമാൻഡർ TO ഏലിയാസ് അധ്യക്ഷത വഹിക്കും. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആശാലത വൃക്ഷത്തൈകളുടെ വിതരണം നടത്തും. ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447 00237 9447 65036. വാർത്തകൾ തുടരുന്നു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ റാന്നി പെരുമ്പുഴ മുതൽ ബ്ലോക്ക് പടി വരെയുള്ള റോഡിലെ കുഴികൾ അടച്ചു തുടങ്ങി. പൈപ്പ് സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച ഭാഗങ്ങളും മണ്ണിട്ടുറപ്പിക്കുന്ന ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ റാന്നി പെരുമ്പുഴ മുതൽ ബ്ലോക്ക് പടി വരെയുള്ള ഭാഗങ്ങളിൽ കുഴിയടക്കൽ തുടങ്ങി. റാന്നി മേജർ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനാണ് പെരുമ്പുഴ മുതൽ ബ്ലോക്ക് പടി വരെ റോഡ് വെട്ടിപ്പൊളിച്ചിരുന്നത്. പൈപ്പിട്ട ശേഷം കുഴികൾ ശരിക്കും മൂടാതിരുന്നതിനാൽ മഴ പെയ്ത് ഈ ഭാഗങ്ങളിൽ പാത്തികൾ പോലെ കുഴികൾ രൂപപ്പെട്ടിരുന്നു. ഈ ഭാഗത്തേക്ക് വാഹനങ്ങൾ ഒതുക്കുന്നതിനോ പാർക്ക് ചെയ്യുന്നതിനോ സൈഡ് കൊടുക്കുന്നതിനോ കഴിയുമായിരുന്നില്ല. ഈ സ്ഥിതി അറിയാതെ പല വാഹനങ്ങളും ഇവിടെ അപകടത്തിൽപ്പെടുക പതിവായിരുന്നു. അതുപോലെ റോഡിൽ വലിയ കുഴികളാണ് ഈ മഴക്കാലത്ത് രൂപപ്പെട്ടത്. ടാറിംഗ് ഇളകിയ ഭാഗങ്ങളിൽ മണ്ണ് നിറഞ്ഞ് മഴയ്ക്ക് ചെളി നിറഞ്ഞു കിടക്കുകയായിരുന്നു. ടൂ വീലർ അടക്കമുള്ള ചെറുവാഹനങ്ങൾ ഈ കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയായിരുന്നു. റാന്നി വലിയ പറമ്പിപ്പടി മുതൽ മാമൂക്ക് വരെയുള്ള ഭാഗങ്ങളിലെ കുഴികൾ PWD ഇതോടെ അടയ്ക്കുമെന്നുള്ള പ്രത്യാശയിലാണ് വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും. മക്കും മറ്റിലും ഇട്ടാണ് കുഴികൾ അടയ്ക്കുന്നത്. പാത്തി പോലെ രൂപപ്പെട്ട സ്ഥലങ്ങളിലെ അപാകതകൾ നീക്കി ആ ഭാഗങ്ങൾ ഇപ്പോൾ സഞ്ചാരയോഗ്യമാക്കി തീർത്തു. റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് നിരന്തരം മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടിരുന്നു. ഏറ്റവും അവസാനം സിറ്റി ന്യൂസ് 21-ാം തീയതി PWD റോഡ് ഭാഗത്തിന്റെ അനാസ്ഥതയെ ചൂണ്ടിക്കാണിച്ചിരുന്നു. സിറ്റി ന്യൂസ്, റാന്നി. എരുമേലി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ രാത്രികാല ചികിത്സ നിർത്തിയതിനു പിന്നാലെ പകൽ സമയത്തെ ചികിത്സയും നിർത്തലാക്കാൻ നീക്കം നടക്കുന്നു. ഡ്യൂട്ടിയിലുള്ള 2 ഡോക്ടർമാർ കൂടി അവധിയിൽ പ്രവേശിക്കുകയാണ്. ഇതോടെ ആശുപത്രിയുടെ നടത്തിപ്പ് തന്നെ നിലയ്ക്കുന്ന മട്ടാണ്. എരുമേലി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ രാത്രികാല ചികിത്സ നിർത്തിവെച്ചതിന് പിന്നാലെ പകൽ സമയ ചികിത്സയും നിർത്തിവെച്ചേക്കുമെന്ന സൂചന. നിലവിൽ സേവനത്തിനായുള്ള 2 ഡോക്ടർമാർ ഈ മാസം അവസാനത്തോടെ സ്ഥലം മാറി പോകുവാനാണ് സാധ്യത. NRHMൽ നിന്നും കരാർ അടിസ്ഥാനത്തിലാണ് ഇവരെ നിയമിച്ചത്. ഇവരുടെ കരാർ കാലാവധി ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകും. ഈ സാഹചര്യത്തിൽ ആശുപത്രി അടച്ചുപൂട്ടുവാനുള്ള സാധ്യതയും ഏറെയാണ്. ഞാൻ എൻ്റെ കുഞ്ഞ് LKG പഠിക്കുകയാണ് NMLP സ്കൂളിൽ. ഞാൻ കുഞ്ഞ് പനിയായിട്ട് വന്ന് ആശുപത്രി നിർപ്പത്തിന് ഗവൺമെൻറ് ആശുപത്രി ഡോക്ടർമാരാരുമില്ല. ഞാനുള്ള മെമ്പറെ വിളിച്ചപ്പോൾ മെമ്പർ പറഞ്ഞു മെമ്പറിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല, അത് സർക്കാരിൻ്റെ കാര്യമാണ്. പിന്നെ അതുപോലെ ഞാൻ ബ്ലോക്ക് ഓഫീസോട് വിളിച്ചപ്പോഴത്തേന് ഞാൻ പറഞ്ഞ എൻ്റെ കുഞ്ഞ് വയ്യ, നാളെ അവനെ സ്കൂളിൽ വിടണം, ഞാനെങ്കിൽ ഇവിടെ വിട്ടിട്ട് ഞാൻ പോവുക, നിങ്ങൾ അസുഖം കൊണ്ട് വിട്ടാൽ മതി പറഞ്ഞപ്പോൾ ഒരു പുള്ളിയോട് പറഞ്ഞു നിനക്ക് വേണ്ടെങ്കിൽ വിട്ടിട്ട് പോടാ എന്നാണ് എന്നോട് പറഞ്ഞത്. ഇതുപോലെ തീർത്തും ദാരുണ്യമായ സംഭവമാണ് നമ്മുടെ എരുമേലി ഗവൺമെൻറ് ആശുപത്രി നടക്കുന്നത്. കാരണം 7 ഡോക്ടർമാരുള്ളിടത്ത് 3 ഡോക്ടർമാർ PG പഠനത്തിന് വേണ്ടി പോയിരിക്കുന്നുണ്ട്. അതവർ നോട്ടീസ് ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ 4 ഡോക്ടർമാർ സംഭവ സ്ഥലത്തില്ല. ഞങ്ങൾ ഈ പാവപ്പെട്ട കൂലിപ്പണിക്കാർ ഞങ്ങൾക്ക് എവിടെ നിന്ന് കൊടുക്കാൻ പറ്റും? എൻ്റെ പിള്ളേരെ കൊണ്ട് ഞാൻ സർക്കാർ ആശുപത്രി ഇല്ലാതെ വേറൊരു ആശുപത്രി പോകുന്ന നിവൃത്തിയില്ല. രാവിലെ മുതൽ ഞങ്ങൾ ആശുപത്രിയിൽ പോയതാണ്. ഭയങ്കര തിരക്ക് കാരണം ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോന്നു. അതിന് ശേഷം പിന്നെയും ചെന്നു. പക്ഷേ അവിടെ ചിലപ്പോൾ ഡോക്ടർമാരെ ആരും കാണാൻ പറ്റിയില്ല. നേഴ്സുമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഡോക്ടർമാരെ കാണേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൈക്കൂലി കൊടുത്ത് കാണാനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല. പിന്നെ
ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ എന്ത് ചെയ്യണമെന്ന് മാത്രം സർക്കാർ പറഞ്ഞാൽ മതി. രാത്രികാലത്ത് ഡോക്ടർമാർ ഒഴികെയുള്ള ആശുപത്രി ജീവനക്കാർ ഉണ്ടെങ്കിലും രാത്രി സമയത്ത് എത്തുന്നവർ അപമര്യാദയായി പെരുമാറുന്നതായും പരാതിയുണ്ട്. ഡോക്ടർമാർ ഇല്ലാത്തതിന്റെ പേരിൽ ജീവനക്കാരെ ശകാരിക്കുന്നതും പതിവ് കാഴ്ചയാണ്. രാത്രികാല ചികിത്സ നിർത്തലാക്കിയത് സംബന്ധിച്ച് ഉന്നത കേന്ദ്രങ്ങളിൽ അറിയിച്ചിട്ടുണ്ടെന്ന് ആശുപത്രി വികസന സമിതി അംഗം കരി മാറ്റാത്തറ പറയുന്നു. 2 NRHM ഡോക്ടർമാരുണ്ടായിരുന്നവർ അവരുടെ കോൺട്രാക്ട് ഇനി പുതുക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തു. നിലവിലിപ്പോൾ 2 ഡോക്ടർമാർ മാത്രമാണുള്ളത്. ആ 2 ഡോക്ടർമാരെ കൊണ്ട് ഒരു കാരണവശാലും ഈ ഡെയിലി 700-600 രോഗികൾ വരുന്ന ഈ ആശുപത്രിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ഇനിയുള്ള 2 ഡോക്ടർമാരാണുള്ളത്. രാത്രികാലങ്ങളിൽ ചികിത്സ നിർത്തലാക്കിയതോടെ മേഖലയിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരും ദുരിതത്തിലായിരിക്കുകയാണ്. അപകടമോ മറ്റ് അത്യാഹിതമോ ഉണ്ടായാൽ അടിയന്തര ചികിത്സ ലഭിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ എത്തേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രദേശത്തെ സ്വകാര്യ ആശുപത്രികളാകട്ടെ രോഗികളിൽ നിന്നും അമിത ചാർജ് ഈടാക്കുന്നതായും ആരോപണമുണ്ട്. ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ബാക്കി പണികൾ പൂർത്തിയാകാതെ നിലച്ച അവസ്ഥയിലുമാണ്. നബാർഡിന്റെ സഹായത്തോടെ ആരംഭിച്ച കെട്ടിടം പണി പുരോഗതിച്ച് വരുന്നുമുണ്ട്. കിഴക്കൻ മേഖലയിലെ ജനങ്ങളുടെ പ്രധാന ആശ്രയമായ എരുമേലി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടലിന്റെ വക്കിൽ എത്തവേ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾക്കായിരിക്കും എരുമേലി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം വേദിയാവുക. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് അരിവില കുതിച്ചുയരുവാൻ സാധ്യത. റെയിൽവേ ചരക്കൂലി ഉയർത്തിയത് വില വർദ്ധിക്കുവാൻ കാരണമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ലോഡ് ഷെഡിംഗ് പിൻവലിക്കുന്നു. ഈ മാസം 27-ന് ലോഡ് ഷെഡിംഗ് പിൻവലിക്കുമെന്ന് വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ്. കായംകുളം താപവൈദ്യുത നിലയത്തിൽ നിന്നും കൂടുതൽ വൈദ്യുതി എത്തിക്കും. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം UDF-ൽ നിന്നും LDF പിടിച്ചെടുത്തു. കേരള കോൺഗ്രസ് MLA സൂസൻ അലക്സ് LDF-ന്റെ പിന്തുണയോടെ പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF-നേറ്റ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുമെന്ന് മുൻ പ്രസിഡന്റ് ബെന്നി പുത്തൻപറമ്പിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.